റേഷനരിക്ക് വില കൂട്ടാൻ ശുപാർശ. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാനാണ് അരിവില കൂട്ടുന്നത്. സമിതിയുടെ നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് റേഷൻ വ്യാപാരി ഡീലേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിലെ ശുപാർശകളാണ് പുറത്തുവന്നിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാൻ അരിവില കൂട്ടണമെന്നാണ് പ്രധാന നിർദ്ദേശം. നീലക്കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിവില 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കി ഉയർത്തണം. പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും വില കൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. ഈ രീതിയിൽ വില കൂട്ടിയാൽ സർക്കാരിന് അധിക ബാധ്യതയില്ലാതെ ശമ്പള പരിഷ്കരണം നടത്താമെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്താകെയുള്ള 14,000-ഓളം റേഷൻ കടകളിൽ 4,000 കടകൾ പൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. ഇതിലൂടെ മറ്റ് കടകളിൽ വരുമാനം കൂട്ടാനാകും. വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ഇത്തരത്തിൽ കൂട്ടാൻ കഴിയുമെന്നും സമിതി സർക്കാരിനെ അറിയിച്ചു. ഒരു റേഷൻ കടയിൽ 800 കാർഡുകൾ വരുന്ന രീതിയിൽ ക്രമീകരിക്കണം. എന്നാൽ വിദഗ്ധ സമിതിയുടെ തീരുമാനത്തിനെതിരെ റേഷൻ വ്യാപാരി സംഘടനകൾ രംഗത്തു വന്നു. പട്ടിണി മാറ്റാൻ റേഷൻ കൊടുക്കുന്നു, അത് ഗവൺമെന്റിന്റെ ബാധ്യതയായിട്ടാണ് കാണുന്നത്. ഇത് സർക്കാർ ഒരു നഷ്ടമായി കണ്ടുകൂടാ. അതുകൊണ്ട് റേഷൻ കട പൂട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാത്രമാണ് ഇതെന്നും തീരുമാനമെടുത്തിട്ടില്ലെന്നുമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം. വ്യാപാരികളുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടക്കുക. റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ് സർക്കാരിന് സമർപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.